അതിൻ്റെ വിശദാംശം വേണമെങ്കിൽ വീണ്ടും പരിശോധിക്കുകയും ചെയ്യണം. എല്ലാം എന്താ ഇതിൻ്റെ പ്രശ്നം, ചില ആളുകൾക്കൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചില ആളുകൾ മനസ്സിലാക്കില്ല എന്ന് ആദ്യം പ്രതിജ്ഞ എടുത്തിട്ടാണ് വായിക്കാൻ നോക്കുന്നത്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൻഷൻ ഉണ്ടെന്നേ, ഒന്നും രണ്ടും പെൻഷനൊന്നുമല്ല. വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അഗതി പെൻഷൻ, അനാഥ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, ഇങ്ങനെ നൂറുകൂട്ടം പെൻഷനാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ 6 മാസമായിരിക്കും തടസ്സമായിട്ടുണ്ടാവുക. എന്നാൽ ഗണ്യമായ ജനങ്ങൾ വാങ്ങുന്ന പെൻഷൻ ഇതിൽ 2-3 പെൻഷനാണ്. അത് കൂടുതൽ മാസം മുടങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ. UDFൻ്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല. അത് LDF ആണ് കുടിശ്ശിക തീർത്തത്. പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ 1200 പെൻഷൻ എന്നൊക്കെ. ഇന്നലെ ഞാൻ ഒരു MLA അങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. ആ MLA തന്നെയാണ് NHAI ഭൂമി ഏറ്റെടുക്കാൻ സഹായമായത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണെന്ന് കളവ് പറഞ്ഞ്, ആ കളവ് അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള ജാള്യതയും മുഖത്ത് വരാതെ വളരെ ഫലപ്രദമായി അതിനെ മാനേജ് ചെയ്ത ഒരാളാണ്. ഏത് പെൻഷനാണ് 1200 ഉണ്ടായിരുന്നത്? നിങ്ങൾ നോക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എന്ന് പറയുന്നത് ശരാശരി 200 രൂപയ്ക്കാണ് ചില പെൻഷൻ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർ അർഹരായിട്ടുള്ള പ്രത്യേക പെൻഷന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ ആ കാലത്ത് ഒരു 1000 കിട്ടിയിട്ടുണ്ടാവും. അത് ഏതാനും 1000 പേർക്കുള്ള പെൻഷനാണ്. UDFൻ്റെ കാലത്ത് 32 ലക്ഷം പേർക്കായിരുന്നു ഈ പെൻഷന് അർഹതയുള്ളതായി കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാൻ 2 പെൻഷനുള്ളവരെ അത് ഒഴിവാക്കി എണ്ണം വെട്ടിക്കുറച്ചു. ഇപ്പോൾ 62 ലക്ഷമാണ്, 60 ലക്ഷത്തിന് മുകളിലാണ്, ഏതാണ്ട് ഇരട്ടിയായി വന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങളെടുത്ത് പരിശോധിക്കാനുള്ള ആർജവം കാണിക്കുകയാണ് വേണ്ടത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. പറഞ്ഞുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഈ അവധിയായി ബന്ധപ്പെട്ട് വലിയ ആദ്യം പറഞ്ഞു ഇല്ല. അത് ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യ പോരാട്ടം എന്ന നിലയിൽ വികസിപ്പിക്കുകയാണ് വേണ്ടത്. ഞങ്ങളതാണ് ആഗ്രഹിച്ചിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഒരു ജനാധിപത്യ സംവാദത്തിൻ്റെ വേദിയാണ്. തീക്ഷ്ണമായ ആശയങ്ങൾ ഏറ്റുമുട്ടേണ്ടതാണ്. നാടിൻ്റെ വികസനത്തെക്കുറിച്ച് സജീവമായ ചർച്ച നടക്കേണ്ടതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വഴിതിരിച്ച് വർഗീയമായി നിറം പകർന്നു നൽകുക, മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, വിദ്വേഷം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് കുറച്ചാളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിന് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറല്ല. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വ്യാജ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവരുടെ ഒരു ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കാര്യങ്ങളിലെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് മുൻപ് മുതലേ സുവ്യക്തമായ നയം സ്വീകരിക്കുന്നതാണ്. അതെല്ലാ വിഭാഗം ജനങ്ങളോടും ഐക്യപ്പെടുന്ന, എല്ലാവരുടെയും വിശ്വാസങ്ങളെ മാനിക്കുന്ന നിലപാടാണ്. ആ നിലപാട് ഉയർത്തി ഞങ്ങൾ പോകും. വ്യാജ പ്രചാരകന്മാർ അവരുടെ വഴിയിൽ പോകും. അത്രയേ ഉള്ളൂ.